കുറെ നേരമായി 40+. ഏജ് പരിധി ഉണ്ടോ പ്രണയിക്കാനും കല്യാണം കഴിക്കാനും നിങ്ങളുടെ അഭിപ്രായത്തിൽ? കോഴ്സ് നോട്ട്. ലവ് എന്ന് പറയുന്ന ഏറ്റവും ക്വിൻറ്റസെൻഷ്യൽ ഇമോഷനാണ്. നമ്മൾ ഏകദേശം ഒരു 40ഓളം പ്രൊഡ്യൂസർ എടുത്ത് 3.5 കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. അന്ന് 3.5 കോടി രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് പുണ്ണി ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ ബഡ്ജറ്റ് 30 കോടിയാണ്. ഞാൻ ചിലപ്പോൾ ഇതായിരിക്കാം എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഐ ഡോണ്ട് നോ. സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്നുണ്ടെങ്കിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഏതൊരു മലയാളിയെ സംബന്ധിച്ചോളം നമ്മൾ നിസ്സാര കാര്യമല്ല. ഇവിടെ ജനിച്ച് വളരണമെന്ന് പറയുന്നത് അല്ലേ. 3 അടി മണ്ണ് എന്ന് പറയുന്നതിൽ ഒരു ഫിലോസഫി കാണും. ഹായ് ഹലോ നമസ്കാരം. കഥ ഇന്ന് വരെ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള 2 പേരാണ്. മിഥിൽ ദേവിക ആൻഡ് ഡയറക്ടർ വിശ്വ മോഹൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? അത് തന്നെ ചോദിക്കട്ടെ. ഓണം വരെയാണ്. വിശേഷം പറയൂ. വിശേഷം എന്റെ രണ്ടാമത്തെ വിശേഷം ഇത്, അതുകൊണ്ട് ആദ്യ വിശേഷമുള്ള ആള് പറയട്ടെ. പടം വരികയാണ് കഥ ഇന്ന് വരെ. എനിക്ക് പേഴ്സണലി വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ എന്നെ വേറൊരു സ്പേസിൽ കാണുകയാണല്ലോ. ഒരു പർട്ടിക്കുലർലി ഇത്രയും കാലം ഇപ്പം നമ്മൾ ചെയ്തൊരു സാധനം നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു ടീമിന്റെ ഒരു ഭാഗമാവുകയാണ്. അപ്പൊ നമുക്ക് വലിയ കൺട്രോളൊന്നും എവിടെയില്ല, നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. പക്ഷെ അത് വളരെ രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സോ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിലറാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അറിയാൻ വേണ്ടി. ഒരു ലവ് സ്റ്റോറി ആണെങ്കിൽ കൂടെ ഇപ്പൊ ഇതിലൊരു ഡയലോഗ് ഉണ്ട്, ഇപ്പം ഇത്ര പ്രായമായില്ലേ ഇനി കല്യാണം കഴിക്കണോ, ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ ഒരു ഏജ് ഉണ്ടോ, ഏജ് പരിധി ഉണ്ടോ പ്രണയിക്കാനും കല്യാണം കഴിക്കാനും നിങ്ങളുടെ അഭിപ്രായത്തിൽ? കോഴ്സ് നോട്ട്. ലവ് എന്ന് പറയുന്ന ഏറ്റവും ക്വിൻറ്റസെൻഷ്യൽ ഇമോഷനാണ് അല്ലേ. എൻറ്റയർ വേൾഡ് എക്സിസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ്. ഈ ലവ് എന്ന് പറയുന്ന പല രീതിയാണല്ലോ. കൺസേൺ, കെയർ, കമ്പാനിയൻഷിപ്പ്. സോ ഇത് നമ്മൾ ഈ ആനിമൽസ് തൊട്ട് യു ഫൈൻഡ് ഇറ്റ് as long as life exists. Only thing അത് പല ഇപ്പൊ കുറെ നേരമായി 40+. എന്നെ പോലെ ഇത്രയും കാലഘട്ടം ജീവിച്ചിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇതിന്റെ പല ഡയമെൻഷൻസും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് ഏറ്റവും പ്യൂറസ്റ്റ് ഇമോഷനാണ്. കഥ ഇന്ന് വരെ എന്നാണ് നമ്മുടെ സിനിമയുടെ പേര്. മിഥിൽ ദേവിക്ക് കഥ ഇന്ന് വരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് പറയാ? ഈ സിനിമ വരെ, അതാണ് കഥ ഇന്ന്. കഥ ഇന്ന് വരെ ഗോഡ് ഹാസ് ബീൻ വെരി ഗ്രേസ്ഫുൾ. ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നല്ല ആൾക്കാരോട് സംസാരിക്കുക, നല്ല സമ്പർക്കം ഉണ്ടാവുക അല്ലേ. അതേപോലെ കേരളത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും, പക്ഷെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ഒക്കെ ആയിട്ട്. കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഏതൊരു മലയാളിയെ സംബന്ധിച്ചോളം നമ്മൾ നിസ്സാര കാര്യമല്ല. ഇവിടെ ജനിച്ച് വളരണമെന്ന് പറയുന്നത് അല്ലേ. ശുദ്ധമായിട്ടുള്ള വായ്പ നമ്മളായിട്ട് അതിന് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. സോ നമ്മൾ അത്തരം ബ്ലെസ്സിങ്സ് ആലോചിക്കുമ്പോൾ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അതാണ് വിഷ്ണുമോഹന്റെ ഇന്ന് കഥ ഇന്ന് വരെ ചോദിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പം എന്താ പറയാ, പല നമുക്ക് പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യങ്ങളുണ്ട്, സിനിമ ലൈഫിലുണ്ടാവും. അപ്പം ഇപ്പൊ സിനിമയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് സിനിമയിൽ വന്നതാണ്. അപ്പം ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരുപാട് വർഷം. അങ്ങനെ ചെറിയ പ്രായത്തിൽ മുതൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം പാഷൻ സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലാണ് പ്യുവർലി ഇതൊക്കെ മാറ്റിവെച്ച് ഇതിലേക്ക് വന്നത്. അപ്പം ആഗ്രഹിച്ച രീതിയിൽ അല്ലെ ആഗ്രഹിച്ചതിന് മുകളിൽ സിനിമ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു മേപ്പടിയാൻ എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാവുന്ന മാക്സിമം ഔട്ട്പുട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അത് നല്ല എല്ലാ രീതിയിലും അതൊരു ആളുകളുടെ റെസ്പോൺസ് ആയാലും ഈ പറഞ്ഞ പോലെ മറ്റൊരു തരം. ഇപ്പം ഞാൻ മേപ്പടിയാൻ ശരിക്കും കൊമേഴ്സ്യലി ഒരു നല്ല സിനിമ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടണം. ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുള്ളത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറിന് തിരിച്ചാ മുടക്കിയ പൈസ കിട്ടണം, ആളുകൾ കണ്ടിട്ട് കൊള്ളാം, അത് ഭയങ്കര സംഭവം, അല്ലെങ്കിൽ ആളുകൾ മോശം പറയരുത് എന്നുള്ള ചിന്തകൾ മാത്രമാണ്, അത്രയും മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ അപ്പം സിനിമ എടുക്കുന്നത്. പക്ഷെ അതിന് ശേഷം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ സിനിമ കൊമേഴ്സ്യലി അങ്ങനെ അല്ലാതെ തന്നെ ട്രാവൽ ചെയ്തു. അതായത്
ഒരുപാട് ഫെസ്റ്റിവൽസിൽ അല്ലെങ്കിൽ അവാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം പിന്നെ പല ഇതിലായിട്ട് നമുക്ക് എനിക്ക് മേപ്പടിയാൻ ഒരു 18 നാഷണൽ അവാർഡ് അടക്കം 18 അവാർഡുകൾ കിട്ടി. അപ്പോൾ അതൊന്നും നമ്മുടെ ഇതിലുണ്ടായിരുന്ന കാര്യങ്ങളല്ല. അപ്പം ആദ്യത്തെ ഒരു ഇതിൽ നമ്മൾ ഒരു ഫെസ്റ്റിവലിൽ പോയ സമയത്താണ് അവിടെയുള്ള ഓഡിയൻസ് അല്ലെ കണ്ട ഒരു ആൾക്കാരാണ് നിങ്ങളെന്താ ഇത് ഇന്ന ഫെസ്റ്റിവലിൽ അയക്കാത്തത് അല്ലെങ്കിൽ അവിടെ അയക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ സ്കോപ്പ് ഇതിനകത്ത് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നീട് പലയിടത്തും അയക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ പല ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടും വന്നു. അപ്പോൾ അത് പിന്നെ അത് കൂടാതെ അതിനെക്കാളുപരി ഇപ്പം നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആളുകൾ ആ സിനിമയെക്കുറിച്ച് നമ്മളോട് വ്യക്തിപരമായിട്ട് പറഞ്ഞവരും പബ്ലിക് നമ്മൾ റാൻഡം ആയിട്ടുള്ള പല ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മേപ്പടിയാനെ കുറിച്ച് ഒരുപാട് പേര് ഇൻ്റർവ്യൂവിൽ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം പഴയ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്ടർ മധു സാറ്, സിദ്ദിഖൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് പുള്ളി കഥ പറയുമ്പോഴതിന് ശേഷം പുള്ളി കണ്ടിട്ട് കരഞ്ഞത് മേപ്പടിയാൻ കണ്ടിട്ടാണെന്ന്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ, സിബി മലയിൽ സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ വിളിക്കുകയും അവർ പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ബോണസായിട്ട് കിട്ടി. അല്ലെങ്കിൽ അവരൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ചെയ്തൊരു ക്രിയേറ്റിവിറ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനുള്ള ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടിയ എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. അത്രയ്ക്ക് ഉണ്ട്. അതേപോലെ ഞങ്ങൾ ഉണ്ണി വെച്ച സിനിമ ചെയ്യുന്ന ഉണ്ണിയുടെ ഒരു ആഫ്റ്റർ ആൻഡ് ബിഫോർ മേപ്പടിയാണ് ഉണ്ണിയുടെ കരിയർ, മനസ്സിലായി. അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു 40ഓളം പ്രൊഡ്യൂസർ എടുത്ത് 3.5 കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി വെച്ച്. അന്ന് ഈ പറഞ്ഞ പോലെ ഉണ്ണി വെച്ച് അന്ന് ചെയ്യാൻ പലരും തയ്യാറായില്ല. വേറെ ആളാണെങ്കിൽ നോക്കാം എന്ന്. കഥ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു, സ്ക്രിപ്റ്റ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ബിസിനസ് കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ടൊന്നും ആയില്ല. അല്ലെങ്കിൽ ഉണ്ണി ഇതെങ്ങനെ മസിലും ആക്ഷനായിട്ടൊക്കെ ചെയ്യുന്ന ഒരാളെങ്ങനെയാണ് ഈ സിനിമ ചെയ്യുക എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പിന്നീട് പ്രൂവ് ചെയ്യുക. അതായത് സിനിമയെ കൂടെ ഉണ്ണി വെച്ച് ഉണ്ണിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് വന്നു. അപ്പം അതിന് ശേഷം എന്ന് വെച്ചാൽ അന്ന് 3.5 കോടി രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ഉണ്ണി ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ ബഡ്ജറ്റ് 30 കോടിയാണ്, മനസ്സിലല്ലേ. അപ്പം ആ ഒരു 3 വർഷം ഗ്യാപ്പ് കൊണ്ട് ഒരു സ്റ്റാറിന്റെ ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിലും പ്രൊഫഷണൽ കരിയറിൽ ഒരു മാറ്റം വരുത്താൻ ആ സിനിമ കൊണ്ട് ഒരു കാരണമായി. ആ സിനിമയിലൂടെ അല്ലെങ്കിൽ ആ സിനിമ മുതലാണ് എന്നുള്ളൊരു സാധനം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു സിനിമ ചെയ്തതിനെക്കാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ കൂടെ സംഭവിച്ചു. അതെനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ വന്നു കഥ ഇന്ന് വരെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ണി കഴിഞ്ഞു, അടുത്തിപ്പം ബീച്ചേട്ടനെ വെച്ച് വേറൊരു തരത്തിൽ വേറൊരു രീതിയിലുള്ളൊരു സിനിമ, കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് സിനിമ ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാവുന്ന വലിയ പഴയ ലെജൻഡ് ഡയറക്ടേഴ്സിനെ പോലെ വലിയ സംഭവം ആയിട്ട് അങ്ങനൊന്നും ഉള്ള ഒന്നും വിചാരിക്കാം. നമുക്ക് കുറച്ച് സിനിമകളായിരിക്കും ചെയ്യാൻ പറ്റുക. അതായത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ ആളുകൾ പെട്ടെന്ന് നല്ല കഴിവുള്ള ആളുകൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, സിനിമകൾ വരുന്നു, വിജയിക്കുന്നു. ഒരു സിനിമ ഇറങ്ങി അടുത്ത ആ സിനിമ 15 ദിവസം ഓടുമ്പോഴത്തെ അടുത്ത ഹിറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആളുകളുടെ സ്പേസ് കുറവാണ്, ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ പറഞ്ഞ ചിലപ്പോൾ ഒരു 10 സിനിമയൊക്കെ വരെ ആയിരിക്കും മാക്സിമം നമ്മളിവിടെ നല്ല രീതിയിൽ നിന്നാൽ പോലും ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ചെയ്യുന്ന സിനിമകൾ, നല്ല സിനിമകൾ ഒരു 10 സിനിമ ചെയ്ത് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനകത്ത് ചെയ്ത ഒരു മിനിമം 6 ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു സിനിമയാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ. അതാണ് ഈ 2 സിനിമ ചെയ്യുമ്പോൾ കഥ ഇന്ന് വരെ ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ആക്ച്വലി ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോൾ ആലോചിക്കായിരുന്നു, ഒരു ഈ ഡാൻസ് ഫ്രെറ്റേണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഞാനും ഒരു മെയിൻ സ്ട്രീം സിനിമ, ശരിക്കും ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ആർട്ട് തന്നെ ആയാലും ഇവിടെ എപ്പോഴും കോൺവെർസേഷൻ ഇസ് ഓൺ ക്രോഴ്സ്. നമ്മളുടെ ഇപ്പം ഞാൻ ചെയ്ത 2-3 സിനിമ, എൻ്റെ ക്രോസ് ഓവർ ഇപ്പം മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തു. അതൊക്കെ സ്മോൾ ബഡ്ജറ്റാണ്. സോ ബേസിക്കലി ഐ തിങ്ക് ഈ ഒരു ഡിസ്പാരിറ്റി ഉണ്ടല്ലോ ഒരു ഡാൻസ് ഫീൽഡും ഒരു ഫിലിം ഫീൽഡും. ഞാൻ പലപ്പോഴും ആ ഡിസ്പാരിറ്റിയിൽ എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന് നമ്മൾ നമ്മുടെ വർക്കിനെ ജനകീയമാക്കാനും അല്ലാണ്ടും ഒക്കെ നോക്കും. നമ്മൾ ഫിലിംസിൽ ഇപ്പോൾ നമ്മുടെ തന്നെ വർക്ക് ഡാൻസ് ഫിലിം ആക്കുമ്പോൾ അത് നമ്മൾ ജനകീയമാക്കാനാണ് ആവുന്നത് നോക്കുന്നത്. പക്ഷേ സംഭവം എനിക്ക് ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത്, ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു കോൺഫ്ലുവൻസ് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം, me not just as a dance creator but also a filmmaker. Wow. Yeah, so ഇപ്പൊ നോക്കുമ്പോൾ അഹല്യ, ക്രോസ് ഓവർ ഒക്കെ നമ്മൾ ചെയ്ത ഫിലിംസ്, they not big budget. മെയിൻ സ്ട്രീം ആൾക്കാർ കാണില്ല. അതാണല്ലോ ബിഗ് സ്ക്രീൻ ഉണ്ട്, പറയാൻ ബിഗ് സ്ക്രീൻ ആണ്. നമ്മൾ അഹല്യയുടെയൊക്കെ ഒരു 45 ആൾക്കാരുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ. ഐ എം സെയിങ് ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ട്. സോ ഐ എം നോട്ട് കോളിംഗ് ദം ടെക് ഡിസൈനേഴ്സ് ആയിട്ടൊക്കെ. സോ
ബട്ട് ഈവൻ ദെൻ ഞാൻ ഇവരുടെ വർക്കിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര കൗതുകമായിട്ടാണ് ഞാൻ നോക്കാറുള്ളത്. ആൻഡ് ഈ പറയുന്ന പോലെ എനിക്ക് പൊങ്ങാത്ത കഥാപാത്രം ആദ്യം തന്നെ എനിക്ക് ചെയ്യാൻ അത് ധാരാളം ഞാൻ എൻ്റെ ഫീൽഡിൽ സ്റ്റേജിൽ 2 മണിക്കൂർ വരെ കച്ചേരിക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ടു ഹാവ് ദറ്റ് സ്മോൾ ലിറ്റിൽ സ്റ്റെപ്സ് ആൻഡ് ആൾക്കാർക്കും അതായിരിക്കും തോന്നുന്നു ഈസി. ഐ തിങ്ക് ജസ്റ്റ് ബി സിമ്പിൾ. അപ്പൊ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ആദ്യമേ നമ്മൾ കയറി പിന്നെ ലൈക്ക് ഇനി വാട്ട് നെക്സ്റ്റ് എന്നാവും. സോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സ്വന്തമായി വഴിവെട്ടി വന്നവരാണ് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഡാൻസിൽ സ്വന്തമായി ഇത്രയും വർഷത്തെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ്. അപ്പൊ ഈ പറഞ്ഞ ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ഡാൻസ് പെർഫോമൻസും നമ്മളൊരു പിന്നെ ഇപ്പൊ മാത്രമല്ല, പണ്ട് ഫിലിംസിൽ ഡാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ വർക്ക് ഡാൻസ് തന്നെ ഫിലിം ആവുകയാണല്ലോ. ഈ ചെയ്ത 2-3 എന്റെ ഡാൻസ് ഷോർട്ട് ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ്. സോ നമ്മളെ ഇപ്പൊ അത്തരം ഫെസ്റ്റിവൽസിൽ നമ്മളെ ഡയറക്ടോറിയൽ കപ്പാസിറ്റിയിൽ തന്നെയാണല്ലോ കാണുന്നത്. ബട്ട് അഗൈൻ ഐ ആം ദി ഡാൻസർ ഓൾസോ. സോ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, ഇത് എവിടെയെങ്കിലും മറ്റേതൊരു ഫിലിംസിൽ കാണുന്ന ഡാൻസ് പറയുന്നത് നമുക്കറിയാം, തട്ടുകിഴിയിട്ടൊരു ലേഡി ഉണ്ടാവും, എല്ലാം ത്യാഗം ചെയ്തൊരു ഡാൻസർ. അത് ആ സ്ക്രിപ്റ്റേ അല്ല കേട്ടോ നമ്മുടെ ഒന്നും. ശരിക്കും പട്ടുസാരിയെ കൊടുത്ത് അതൊന്നും അല്ല. ബട്ട് അതല്ലാണ്ട് ഐ തിങ്ക് ഒരു ഡാൻസർ സൈക്കി എന്നെ ഭയങ്കര രസമാണ്. ആൻഡ് നമ്മൾ വായിക്കുന്ന കഥകൾ, വായിക്കുന്ന ചരിത്രങ്ങള്, ഇതൊക്കെ ശരിക്കും എവിടെയെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ഒരു പോയിന്റിലേക്ക് എത്തിക്കാവുന്നതാണ്. സത്യം. ഈ മേക്കിംഗ് ഇഷ്ടമുള്ള ആളാവുമ്പോൾ തന്നെ ചുറ്റുള്ള ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ഒരു ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ അതില് എല്ലാ കാര്യവും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നല്ലോ. എന്താ വെച്ചാൽ അത്രയും വേറെ ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. സോ ഈസി ആയിരുന്നു. ബേസിക്കലി എവറിത്തിങ് അറൗണ്ട് അല്ലേ. ഒരു ഇനിയിപ്പോ ഞാൻ ചിലപ്പോൾ ഇതായിരിക്കാം എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ഐ ഡോണ്ട് നോ. ബട്ട് ഡെഫിനറ്റ്ലി ഒരു ഫിലിം രീതിയിൽ നമ്മൾ വീണ്ടും വേറെ ഉണ്ടാക്കിയാലും സെയിം മെയിൻ സ്ട്രീം ഫിലിം, ഐ എം നോട്ട് ഷുവർ. ബട്ട് ഈവൻ ദെൻ എല്ലാം ഒരു ലേണിംഗ് ആണ്. നമ്മൾക്ക് എവിടെയെങ്കിലും ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അറ്റ്ലീസ്റ്റ് വേറെ ഒന്നുമില്ലെങ്കിലും ഇതേ ഉള്ളൂ അല്ലേ. നമുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കും ഒരു ടീം ഉണ്ടെങ്കിൽ, ഒരു ടീമാണല്ലോ മെയിൻ. മറ്റേത് നമ്മൾ തന്നെ കഥ എഴുതുന്നു, സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നു, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു, ഫിലിമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എല്ലാം. അവസാനം ഇതൊക്കെ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ PR-നോ ഒരാളും ഉണ്ടാവില്ല. സോ അപ്പോഴേക്ക് നമ്മൾ അടുത്ത ഐഡിയയിലേക്ക് പോയി. Right? But for me, seeing all this, I feel ഒരു collective എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഭയങ്കര കുറെ കൂടെ വൈഡ് ഇതിലില്ല എന്നല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് ഒരു ഐഡിയേഷൻ ഗംഭീരമാണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ആൾക്കാർക്ക് സാധിക്കും. ഭാവിയില് ചേച്ചിയുടെ ഒരു സിനിമ കാണാനും, ഐ മീൻ ഡയറക്ട് ചെയ്ത ഒരു മൂവി കാണാനും, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. നമുക്ക് വിഷ് ചെയ്യാം. സിനിമയില് ഞാൻ അഭിനയിച്ചു എന്നുണ്ടെങ്കിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഇപ്പൊ ഓണം വരുവാണ്. അപ്പൊ ഓണം ഭയങ്കര സ്പെഷ്യൽ ആണ് നമുക്ക് എല്ലാവർക്കും. അപ്പം എന്റെ പാരന്റ്സ് ഒക്കെ പറയാറുണ്ട്, ഇപ്പം നമ്മൾ ആഘോഷിച്ച പോലെ ഒന്നും ഇപ്പൊ നിങ്ങൾ ആഘോഷിക്കുന്നില്ല, ഇപ്പോഴും നമ്മുടെ ഓണാണ് നമുക്ക് സ്പെഷ്യൽ എന്ന് പറയണേ. ആൻഡ് നിങ്ങളുടെ ഒരു ഓണം മെമ്മറി ആൻഡ് ഇപ്പൊ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും അത് വേണം, ഇപ്പോഴത്തെ കുട്ടികൾ അത് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം, അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ദുബായിലാണ് ജനിച്ചു വളർന്നതെല്ലാം. അപ്പം ഓണക്കാലത്താണ് അവിടുത്തെ വെക്കേഷൻ ഇവിടുത്തെ ഓണക്കാലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം നാട് എന്ന മഴയും ഓണവുമാണ്. എന്താ വെച്ചാൽ ആ 2 മാസേ ഞാനിവിടെ ഉള്ളൂ. അപ്പോ ചെറുപ്പകാലത്ത് കേരളം പറഞ്ഞ മഴയും ഓണവും, പിന്നെ അന്ന് ഓണം പറഞ്ഞ കളികളാണ്. ഈ പറയുന്ന കുറെ മുണ്ടും വേഷ്ടി ഉടുക്കുന്നതോ സദ്യയൊക്കെ സെക്കൻഡറി, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ നെയ്ബേഴ്സും ആൺപിള്ളേരും പെൺപിള്ളേരും പ്രായമായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ കൂടെയുള്ള കളി, ഈ കളി മിസ്സിങ് ആണ്. ഇന്നിപ്പോ നമ്മൾ ഒരു ഓണം പാർട്ടി സ്റ്റേജിൽ കുറെ പേര് ഡാൻസ് ചെയ്തു, അതല്ല കേട്ടോ. ഐ തിങ്ക് കുറെ കൂടെ ഔട്ട്ഡോർ ഗെയിംസ്, റൈറ്റ്, ആൻഡ് നെയ്ബേഴ്സ്, അതിലൊരു വലിയൊരു എക്സ്ചേഞ്ച് ഉണ്ട്.
പിന്നെ ഞാൻ പൊതുവേ അങ്ങനെ ഓണം അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ ഞാൻ എല്ലാവരും ആഘോഷിക്കുന്നതുകൊണ്ട് ആഘോഷിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ഓണത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ ഓണം എപ്പോഴും ഭൂമിയായിട്ടാണല്ലോ അസോസിയേറ്റഡ് ആവുന്നത്. തീർച്ചയായിട്ടും. ഈ ഭൂമി തന്നെ ഇത്തവണ വലിയ പ്രശ്നത്തിലാണ് കിടക്കുന്നത് ആഫ്റ്റർ ദ ലാൻഡ് സ്ലൈഡ് ആൻഡ് ഓൾ ദാറ്റ്. അതൊരു റിമൈൻഡിങ് ആണ് ഈ പറയുന്ന നമ്മൾ ഇതിഹാസപരമായിട്ടും അതിൻ്റെ ഒരു എൻവയൺമെന്റൽ എന്ന് പറയുന്നത്. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ 3 അടി മണ്ണ് എന്ന് പറയുന്നതിലും ഒരു ഫിലോസഫി കാണും, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കാലിറ്റി കാണും. That you cannot tease the environment, you cannot encroach the environment. And for me ഇത്തവണത്തെ ഓണം is about നമ്മൾ celebrating നമ്മുടെ soil and giving it respect. റൈറ്റ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എവിടെയെങ്കിലും ഒക്കെ ഇനി നിയമങ്ങൾ വരണം, പുതിയ കെട്ടിടങ്ങൾക്ക് പകരം പഴയ കെട്ടിടങ്ങൾ പുതുക്കാനുള്ള നിയമം. അത്തരം ചില ഐ തിങ്ക് വി ഹാവ് ടു ബി വെരി കോൺഷ്യസ് എൻവയൺമെന്റലി.